100-day challenge for FN and SMC trading, day 55. So, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കോൾ ഓപ്ഷനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ഡെറിവേറ്റീവ്സ് നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അണ്ടർലൈൻ അസറ്റിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മളിവിടെ ഓപ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഓപ്ഷൻസിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ അസറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ഓപ്ഷൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് അണ്ടർലൈൻ അസറ്റ് അപ്വേർഡ്സ് പോകുന്ന സമയത്ത് കോൾ ഓപ്ഷനും അപ്വേർഡ്സ് പോകുന്നതായിട്ടും അണ്ടർലൈൻ അസറ്റ് ഡൗൺവേർഡ്സ് പോകുന്ന സമയത്ത് കോൾ ഓപ്ഷന്റെ ചാർട്ടും ഡൗൺവേർഡ്സ് പോകുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കോൾ ഓപ്ഷന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അണ്ടർലൈൻ അസറ്റിൽ നമ്മൾ ഒരു അപ്വേർഡ്സ് മൊമെന്റമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷന്റെ കേസിൽ നമ്മൾ അവിടെ ഒരു ബൈ ഓർഡർ ആണ് എടുക്കേണ്ടതെന്നും അണ്ടർലൈൻ അസറ്റിന്റെ കേസിൽ നമ്മളൊരു ഡൗൺ മൊമെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷന്റെ കേസിൽ നമ്മളൊരു സെൽ ഓർഡർ ആണ് എടുക്കേണ്ടത്. ആക്ച്വലി കോൾ ഓപ്ഷന്റെ കേസിൽ ബൈയിങ്ങിലും സെല്ലിങ്ങിലും വരുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബൈ ഓർഡർ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്യാപിറ്റലും സെൽ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ക്യാപിറ്റലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് സെല്ലേഴ്സിന് കുറച്ച് ബെനിഫിറ്റും വരുന്നുണ്ടെന്നുള്ളതാണ്. അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നോക്കുന്നതായിരിക്കും. സോ എന്താണ് കോൾ ഓപ്ഷൻ എന്നും അത് അണ്ടർലൈൻ അസറ്റിനനുസരിച്ച് ഏത് രീതിയിൽ മൂവ്മെന്റ് നടത്തുന്നതെന്നും അതിൽ നമ്മൾ എന്തെല്ലാം ടൈപ്പ് ഓർഡേഴ്സ് ആണ് നമുക്ക് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് വൺ മിനിറ്റ്. സീ യു ടുമോറോ.